തമിഴ്നാട്ടിൽ നിന്നുള്ള നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണിത്. നാഗർകോവിലിൽ അമ്മയെ കാണാതായി 1 മാസത്തിനുള്ളിൽ 5 വയസ്സുകാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 1.5 വയസ്സുള്ള അർദ്ധ സഹോദരൻ വീടിനുള്ളിൽ അബോധാവസ്ഥയിലായിരുന്നു. യുവതിയോടൊപ്പം താമസിച്ചിരുന്ന സെൽവമദൻ ഒളിവിലാണ്. കുട്ടിയെ തലക്കടിച്ച് കൊന്നതാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവിനായി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. അഞ്ചു ഗ്രാമത്തിന് സമീപം പൂട്ടിക്കിടന്ന വീട്ടിനുള്ളിലാണ് 5 വയസ്സുകാരനെ തലയ്ക്ക് പരിക്കേറ്റ മരിച്ച നിലയിലും 1.5 വയസ്സുള്ള അർദ്ധ സഹോദരനെ സമീപത്ത് അബോധാവസ്ഥയിലും കണ്ടെത്തിയത്. കുമാരപുരം തോപ്പൂർ സ്വദേശി സുന്ദർലിംഗം സെൽവി ദമ്പതിമാരുടെ മകൻ അഭിനവാണ് മരിച്ചത്. ഭർത്താവുമായി വേർപിരിഞ്ഞ സെൽവി മകനൊപ്പം 2 വർഷമായി കുമാരപുരം തോപ്പൂർ സ്വദേശി സെൽവമദനുമൊപ്പമാണ് താമസം. ഈ ബന്ധത്തിൽ ജനിച്ച 1.5 വയസ്സുകാരനാണ് അബോധാവസ്ഥയിലുള്ളത്. കഴിഞ്ഞ മാസം 2-ന് സെൽവിയെ കാണാതായെന്ന് സെൽവമദൻ 5 ഗ്രാമം പോലീസിൽ പരാതി നൽകിയിരുന്നു. കടയിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ ശേഷം കാണാതായെന്നാണ് പരാതി. ഇതിനുശേഷം കുട്ടികളെ സംരക്ഷിച്ചിരുന്നത് സെൽവമദനാണ്. 31-നാണ് ഇയാളെയും കാണാതാവുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ദുർഗന്ധം വരുന്നതായി അയൽക്കാർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അഭിനവിനെ തലയിൽ പരിക്കുകളോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലക്കടിച്ച് കൊന്നതാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സെൽവമദൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 നാഗർകോവിൽ.